അസ്സലാമലൈക്കും. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മോൾക്ക് കോളേജിലെന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പോകുന്ന ഒരുക്കങ്ങളെല്ലാം ആയിട്ട് പിന്നെ നമുക്ക് സമയം കിട്ടിയില്ല രാവിലത്തെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ നമുക്ക് കാണാം. എണ്ണക്കൊപ്പി, ഉരുളക്കിഴങ്ങ് കുത്തിപ്പൊടിക്കാൻ 2 തൂക്കി, നല്ലൊരു ചീനച്ചട്ടി. അടിപൊളി, കണ്ടിട്ട് ഇഷ്ടമായി. ചീനച്ചട്ടി സൂപ്പർ ചീനച്ചട്ടി. കാണുമ്പോൾ വാങ്ങാൻ തോന്നുമല്ല കടയിൽ കയറിയാൽ. ചെറിയ ഷോപ്പിംഗ് ഇതാണ്. ചെറിയ ഷോപ്പിംഗ് എന്നല്ല ഞാൻ പറഞ്ഞത്, ചെറുതായിട്ട് സാധനം പറഞ്ഞു. കുറച്ച് നാൾ മുമ്പിലെ കുറച്ച് അധികം വാങ്ങിയില്ല സാധനമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഓഫർ കണ്ടിട്ട് ഞാൻ ഓടി. അടിപൊളി പാത്രം. പിന്നെ ബ്രഷും സോപ്പെല്ലാം വെക്കുന്ന ഒന്ന്. പിന്നെ നമ്മൾ അപ്പോളം ചുറ്റി വെക്കാനൊന്ന്. പിന്നെ തൂക്ക്, അത് 2 വാങ്ങി. തൂക്ക് 2 വാങ്ങി. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം, പിന്നെ തക്കാളി പച്ചമുളകെല്ലാം ഇട്ടിട്ട് നമുക്ക് വെക്കാം. മക്കളെ, ഞാൻ ഒരു വെള്ളത്തിൻ്റെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് തേങ്ങ ജ്യൂസ് മെഷീനിൽ ഇട്ട്, കുറച്ച് ചോറ് ഉച്ചക്ക് വെച്ച ചോറാണ്. ലേശം ഇട്ട് അതിൽ പച്ചരി, വേറൊന്നും ഇടേണ്ട, ഒരു പച്ചരി ഇട്ടിട്ട് നല്ല രീതിയിൽ മൈ പോലെ അരക്കണം. ബാക്കിയെല്ലാം കാട്ടിക്കാം. മക്കളെ, ഇത് അരച്ചത് മൊതിഞ്ഞോന്ന് നമുക്ക് നോക്കാം. നല്ല മൈ പോലെ അരിഞ്ഞ് ഇനി നമുക്കൊരു പാത്രത്തിൽ ഒഴിക്കാം. ഇങ്ങനെ നല്ല മൈദപ്പൊടി പോലെ ആവണം. ഇനി വെള്ളം ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് കാണിക്കാം. ഇരിക്കാൻ വെക്കുന്നില്ല മക്കളെ, വെള്ളം ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നു. ഒരു 1/4 കിലോ വെള്ളം വേണം. 1 കിലോ നെയ്യ്, 1/4 കിലോ വെള്ളം. നെയ്യ്, പശു നെയ്യ് ഇടുന്നുണ്ട്. തേങ്ങാക്കൊത്ത് വറുക്കാനും ചെറിയ ഉള്ളി വറുക്കാനും. ഈ കൽത്തപ്പത്തിന് ഇതെല്ലാത്തിലും ഉണ്ട്. ഈ കൽത്തപ്പം കണ്ണൂർ, കോഴിക്കോട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് കടയിലെല്ലാം ഹോട്ടലിലെല്ലാം ചായക്കെല്ലാം കൊടുക്കുന്നതാണ്. ചെറിയ ഉള്ളി ഇത് നന്നായി വറുത്ത് കോരി വെക്കണം. പൊരിഞ്ഞതിന് ശേഷം ഇത് തേങ്ങാക്കൊത്ത്, ഉണങ്ങിയ തേങ്ങാക്കൊത്ത് നല്ല പൊടിയ വറുത്തിട്ട് കോരി വെക്കണം. വറുത്തിട്ട് വേറെ പാത്രത്തിലാക്കി വെക്കണം. ഇത് വെള്ളം നല്ല കഴിഞ്ഞിട്ട് അരിപ്പിയിലരിക്കുക. പൊടിയെല്ലാം ഉണ്ടാവും, മണ്ണും പൊടിയും എല്ലാം ഉണ്ടാവും. അപ്പം അരിക്കണം എപ്പോഴും. വെള്ളം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അരിക്കണം. അതിൻ്റെ അരിയിൽ മണ്ണെല്ലാം ഉണ്ടാവും, പൊടി മണ്ണ് എല്ലാം ഉണ്ടാവും.
കുറച്ചും കൂടി നെയ്യിടാം. നെയ്യിട്ടിട്ട് തന്നെ ഇത് പൊരിച്ച് വറുത്തിട്ട് ഇങ്ങനെ പൊരിച്ച് വെക്കണം. തേങ്ങ നല്ല നന്നായിട്ട് പൊരിക്കണം, ചെറിയുള്ളി നന്നായിട്ട് പൊരിക്കണം. അപ്പോൾ അപ്പത്തിനൊരു രസം കൂടും. അരി അരച്ച് കഴിഞ്ഞ് എന്നെ നമ്മളെ വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് അരിക്കുന്നു. ഞാൻ വെല്ലം കണ്ട പൊടി കണ്ട. അങ്ങനെ എല്ലാവരും വെല്ലം ഉരുക്കിയാൽ അരിക്കണം. പൊടി കണ്ട, ഇത്രയും കച്ചറിയാണ്. പിന്നെ നമുക്ക് ഉപ്പിടാം. നന്നായി കലക്കാം. നന്നായി പൊരിഞ്ഞ് എണ്ണ തേങ്ങ എല്ലാം പൊരിഞ്ഞ് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതാ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി പൊരിച്ചതും എല്ലാം കൂടി മേലയിലേക്ക് ഇട്ട് കൈയോട് കുറച്ച് അങ്ങനെ ആക്കി വിസിലിടാതെ തന്നെ, വിസിലിടാൻ പാടില്ല, വിസിലിടാതെ തന്നെ ഇത് ചെറിയ തീയിൽ അടച്ചു വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം. മക്കളെ നമ്മളെ കുക്കറപ്പം റെഡിയായി. ഇതാ അടിപൊളി വെള്ളത്തിൻ്റെ തേങ്ങാക്കുത്തും നല്ല ചെറിയ ഉള്ളിയും എല്ലാം ഇട്ട അടിപൊളി കുക്കർ കലത്തപ്പം റെഡിയായി. മക്കളെ നമ്മളെ കുക്കർ കലത്തപ്പം റെഡിയായി. ഇതാ ചായ കുടിക്കുന്ന സൂപ്പർ കലത്തപ്പം. എല്ലാ പുറത്ത് ചുട്ടിട്ട് നോക്ക്, എന്നിട്ട് തിന്നിട്ടായിട്ട് പറയണം, കമൻറ്റ് ഇടണം തിന്നതിന് ശേഷം. പിന്നെ യൂട്യൂബ് ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം മക്കളെ. പിന്നെ വീണ്ടും നാളെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അസ്സലാമു അലൈക്കും.